ിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. CPM നടത്തറ ചേരുംകുഴി ബ്രാഞ്ച് ഓഫീസിന് നേരെ പെട്രോൾ ബോംബെറിഞ്ഞു. ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് ബോംബെറിഞ്ഞത്. സംസ്ഥാന ഭരണമാറ്റത്തിന് പിന്നാലെ ഗുരുവായൂർ ദേവസ്വത്തിലും പുതിയ ഭരണസമിതിക്ക് സാധ്യത. സെപ്റ്റംബർ 5-ന് 2 അംഗങ്ങളുടെ കാലാവധി അവസാനിക്കും. ആളൂർ സർവീസ് സഹകരണ ബാങ്കിൽ സ്വർണ്ണപ്പണയ വായ്പാ തട്ടിപ്പ് നടന്നതായി ആരോപിച്ച് കോൺഗ്രസ് ബാങ്ക് ഹെഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആരോപണ വിധേയനായ ബാങ്ക് ജീവനക്കാരനെ പുറത്താക്കി സമഗ്ര അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ്. വാർത്തകൾ വിശദമായി. നടത്തറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള CPM ചേരുംകുഴി ബ്രാഞ്ച് ഓഫീസിന് നേരെ പെട്രോൾ ബോംബെറിഞ്ഞു. ബൈക്കിലെത്തിയ 2 അംഗ സംഘമാണ് പെട്രോൾ ബോംബെറിഞ്ഞത്. ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന നേതാക്കളുടെ ഫോട്ടോയിലാണ് പെട്രോൾ ബോംബ് പതിച്ചത്. തീയും പുകയും കണ്ട് സമീപവാസികൾ ഓടിയെത്തിയാണ് തീയണച്ചത്. ഒല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ കഞ്ചാവ് ലഹരി മാഫിയ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് CPM മണ്ണുത്തി ഏരിയ സെക്രട്ടറി MS പ്രദീപ് കുമാർ പറഞ്ഞു. ഒരു കൂട്ടം വരുന്ന ക്രിമിനൽ, അതോടൊപ്പം തന്നെ കഞ്ചാവ് മാഫിയ സംഘങ്ങൾ കുറച്ച് നാളുകളായി ചേരുംകുഴി പ്രദേശത്ത് ജനജീവിതത്തിന് ഭീഷണിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് CPM പ്രവർത്തകർക്ക് നേരെ ആക്രമണം സംഘടിപ്പിച്ചു. പിന്നീട് ഇന്നലെ രാത്രിയാണ് CPMന്റെ ഓഫീസിന് നേരെ ബോംബ് ഉൾപ്പെടെ എറിഞ്ഞത്. ഇവിടുത്തെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടി ഇത്തരം ആളുകളെ സംരക്ഷിക്കുന്ന ചില ആളുകൾ കൂടി ഈ പ്രദേശത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരം കഞ്ചാവ് ക്രിമിനൽ മാഫിയ സംഘങ്ങൾക്കും അതിന് ഒത്താശ ചെയ്യുന്നവർക്കുമെതിരെ ശക്തമായ പ്രതിഷേധം നാട്ടിൽ ഉയരുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും ഇതിൻ്റെ തെറ്റുകാരായിട്ടുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടി പോലീസ് സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സംസ്ഥാന ഭരണമാറ്റത്തിന് പിന്നാലെ ഗുരുവായൂർ ദേവസ്വത്തിലും പുതിയ ഭരണസമിതിക്ക് സാധ്യത. നിലവിൽ ഭരണസമിതിയിൽ ഒരംഗത്തിന്റെ കുറവുണ്ട്. സെപ്റ്റംബർ 5-ന് 2 അംഗങ്ങളുടെ കാലാവധി അവസാനിക്കും. ജീവനക്കാരുടെ പ്രതിനിധിയും CPM അംഗവുമായ C മനോജ്, കേരള കോൺഗ്രസ് M പ്രതിനിധി മനോജ് B നായർ എന്നിവരുടെ കാലാവധിയാണ് അവസാനിക്കുക. ഇതോടെ സർക്കാരിന് 3 അംഗങ്ങളെ നിർദ്ദേശിക്കാൻ കഴിയും. സ്ഥിരം ഭരണസമിതി അംഗങ്ങൾ സർക്കാർ പക്ഷത്തിനൊപ്പം നിൽക്കുന്നതോടെ ഇപ്പോഴത്തെ ഭരണസമിതി ന്യൂനപക്ഷമാകും. 9 അംഗ ഭരണസമിതിയിൽ ജീവനക്കാരുടെ പ്രതിനിധി ഉൾപ്പെടെ 6 അംഗങ്ങളെയാണ് സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്നത്. CPM പ്രതിനിധിയായി നിലവിലെ ചെയർമാൻ AV ഗോപിനാഥും CPI പ്രതിനിധിയായി MU ഷിനിജയും മാർച്ച് 15-നാണ് ചുമതലയേറ്റത്. 2 വർഷ കാലാവധിയുണ്ടെങ്കിലും സെപ്റ്റംബറിൽ ഭരണസമിതിയുടെ ഭൂരിപക്ഷം ഇല്ലാതാകും. UDF പ്രതിനിധികളെത്തുന്നതോടെ നിലവിലെ ഭരണസമിതിക്ക് ഭരണപരവും വികസനപരവുമായ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ല. കേരള രാഷ്ട്രീയത്തിന്റെ ചൂട് പിടിച്ച് സെപ്റ്റംബർ മുതൽ ഗുരുവായൂർ ദേവസ്വം ഭരണവും UDF പക്ഷത്തേക്ക് മാറാനാണ് സാധ്യത. TCV ന്യൂസ്, ഗുരുവായൂർ. ആളൂർ സർവീസ് സഹകരണ ബാങ്കിൽ സ്വർണ്ണപ്പണയ വായ്പാ തട്ടിപ്പ് നടന്നെന്നാരോപിച്ച് ആളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാങ്ക് ഹെഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആരോപണ വിധേയനായ ബാങ്ക് ജീവനക്കാരനെ പുറത്താക്കി സമഗ്ര അന്വേഷണം നടത്തണമെന്നും പോലീസ് കേസെടുത്ത് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത്. മാള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബൈജു എടത്താടൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ബാബു തോമസ് അധ്യക്ഷത വഹിച്ചു. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ഫ്രാൻസിസ്, വൈസ് പ്രസിഡന്റ് PC ഷൺമുഖൻ, KK പോളി, സുബിൻ K സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് പോളി അബൂക്കൻ, ഡേവിസ് കണ്ണൻകുന്നി തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി ലഹരി കേസുകളിലെ പ്രതി അറസ്റ്റിലായി. എടവിലങ്ങ് സ്വദേശി പടിഞ്ഞാറേ വീട്ടിൽ സഹദിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. എടവിലങ്ങ് സ്കൂൾ പരിസരത്ത് നിന്നാണ് പോലീസ് സംഘം ഇയാളെ കഞ്ചാവുമായി പിടികൂടിയത്. പ്രതിയെ ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ PT ബിജോയ്, സബ് ഇൻസ്പെക്ടർ വിവേക് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കാഞ്ഞാണിയിൽ ബസ് ജീവനക്കാരെ മർദ്ദിച്ച കേസിൽ 2 പേർ പിടിയിൽ. 6ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കണ്ടശാങ്കടവ് വിളക്കുംകാൽ സ്വദേശിനി നിജിൽ, കൂട്ടാളി എടമുട്ടം കഴിമ്പ്രം സ്വദേശി വിഷ്ണു എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ പുത്തൻ പീടികയിൽ ഭാര്യ വീടിന് നേരെ ഭർത്താവിന്റെ ആക്രമണം. ജനൽ ചില്ലുകൾ തകർത്തു.
തണ്ടാശ്ശേരി രാധാകൃഷ്ണന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. രാധാകൃഷ്ണന്റെ മകളുടെ ഭർത്താവായ തളിക്കുളം സ്വദേശിയാണ് ആക്രമണം നടത്തിയതെന്നാണ് പരാതി. ആക്രമണം നടക്കുമ്പോൾ രാധാകൃഷ്ണന്റെ ഭാര്യയും മകളും കൊച്ചുമകനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അക്രമാസക്തനായി എത്തിയ പ്രതി വീടിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു. തുടർന്ന് പോലീസ് എത്തുമ്പോഴേക്കും സ്ഥലത്തുനിന്ന് കടന്നു കളയുകയും ചെയ്തിരുന്നു. പിന്നീട് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം തിരികെയെത്തി ഇവരുടെ വീടിന് മുന്നിൽ വെച്ചിരുന്ന ഇരുചക്രവാഹനം തീയിട്ട് നശിപ്പിക്കുകയായിരുന്നു. ഇയാൾ 10 മാസം മുൻപ് ഈ വീട്ടിൽ ആക്രമണം നടത്തിയിട്ടുള്ളതായി കുടുംബം പറയുന്നു. 7 മണി ആയിട്ടുണ്ട് വരുമ്പോൾ 7 മണി 7:15 സമയത്ത് വന്ന് കയറി ഉള്ളി കയറിയിട്ട് 2 മിനിറ്റ് ആയിട്ടുള്ള. അപ്പോൾ ബുള്ളറ്റിൻ്റെ സ്വരം കേട്ടു. ഞാൻ കട്ടണ നീക്കി നോക്കിയപ്പോൾ കോളിംഗ് ബെല്ലടിച്ചിട്ട് കുറച്ച് നേരം നിന്നിട്ട് വാതിൽ തുറക്കാൻ പറഞ്ഞ് ഇറങ്ങി അങ്ങോട്ട് പോയിട്ട് പിന്നെ ബുള്ളറ്റുമ്പോൾ കയറി പോയി. പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നപ്പോൾ ഞങ്ങൾ ആ നേരത്തെ പോലീസിനെ വിളിച്ചു. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ അപ്പം അത് പക്ഷെ അപ്പോഴൊന്നും അവർ എത്തിയിരുന്നില്ല. അങ്ങനെ പിന്നെ വന്നിട്ടാണ് ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചു. കടിച്ച് കൈമുറി എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് ഈ റൂമിൻ്റെ 2 ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് പോയിട്ട് അപ്പോഴും സാറുമാർ എത്തിയിരുന്നില്ലേ. പിന്നെ വണ്ടി എടുത്തിട്ട് പോവുകയോ ചെയ്തത്. അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസുകാരെത്തി അവർ ഫോട്ടോ എടുക്കുന്നതൊക്കെ ചെയ്ത് ഞങ്ങൾ എല്ലാ വിവരങ്ങളും ചോദിച്ചറിഞ്ഞിട്ട് പോയി. ചാവക്കാട് തെക്കൻ പാലയൂരിൽ ടോറസ് ലോറി പാടത്തേക്ക് മറിഞ്ഞ അപകടത്തിൽ ആർക്കും പരിക്കില്ല. കരിങ്കല്ല് കയറ്റി വന്ന ടോറസ് ലോറി നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിയുകയായിരുന്നു. റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർത്താണ് ലോറി പാടത്തേക്ക് ചെരിഞ്ഞത്. പെരുവല്ലൂർ സ്വദേശി ഡിജിലിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ടോറസ് ലോറി. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് ഗതാഗത തടസ്സവും വൈദ്യുതി തടസ്സവും ഉണ്ടായി. വാർഡ് കൌൺസിലർ ആരിഫ് പാലയൂർ, പൊതുപ്രവർത്തകരായ നൌഷാദ് തെക്കുംപുറം, അനീഷ് പാലയൂർ, KM സാദിഖ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കുട്ടികൾക്ക് നൽകിയ വാക്ക് പാലിച്ച് നിയുക്ത MLA OJ ജനീഷ്. കൊടുങ്ങല്ലൂർ മേത്തല പറമ്പിക്കുളങ്ങര ക്ഷേത്ര പരിസരത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയപ്പോൾ ഫുട്ബോൾ വേണമെന്ന് പ്രദേശത്തെ കുട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു. ഫുട്ബോൾ വാങ്ങി നൽകാമെന്ന് ഉറപ്പ് നൽകിയ OJ ജനീഷ് തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് നടത്തിയ പര്യടനത്തിനിടെയാണ് കുട്ടികൾക്ക് ഫുട്ബോൾ സമ്മാനിച്ചത്. നിയുക്ത MLA കയ്യൊപ്പിട്ട ഫുട്ബോൾ കുട്ടികൾ കയ്യടിയോടെയാണ് ഏറ്റുവാങ്ങിയത്. കോൺഗ്രസ് മേത്തല മണ്ഡലം പ്രസിഡന്റ് സേവ്യർ പങ്കേത്ത്, നഗരസഭാ കക്ഷി നേതാവ് VM ജോണി, KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് ES സിനാൻ തുടങ്ങിയവർ പങ്കെടുത്തു. സഹപ്രവർത്തക സുഹൃത്തുക്കളെ സുദീർഘ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു പര്യടന പരിപാടിയുടെ ഭാഗമായി കടന്നു വന്നിട്ടുള്ളത്. മതിലകത്ത് കനത്ത കാറ്റിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു. കുളിമുട്ടം നാണൻ മെമ്മോറിയൽ വായനശാലയ്ക്ക് സമീപം മുണ്ടേങ്ങാട്ടിൽ പത്മാക്ഷിയുടെ വീടിന് മുകളിലാണ് തെങ്ങ് വീണത്. വീട് ഭാഗികമായി തകർന്നു. അപകട സമയത്ത് പത്മാക്ഷി വീട്ടിലുണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ, വാർഡ് മെമ്പർ KC ഗിരീഷ് തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു. ഇടവേള. അറിഞ്ഞു ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടൂ 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, cash prize ഓണം. Tulips, every beauty solution under a single umbrella. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിനഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. French Dairy Pistachio Kunafa Bar. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡൈ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents
in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തയിലേക്ക്. ചാവക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ സെക്ടർ യോഗം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ എച്ച് അക്ബർ യോഗം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളുടെ മുന്നൊരുക്കങ്ങളും അവലോകനവും നടത്തി. ഈ മാസം 23-ന് വാർഡ് തലത്തിൽ വിപുലമായ രീതിയിൽ പൊതുശുചീകരണ യജ്ഞം സംഘടിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. കാണാതായ യുവാവിനെ ചെങ്ങാലൂർ സൂര്യഗ്രാമത്തുള്ള പാറമടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെങ്ങാലൂർ സ്വദേശി 45 വയസ്സുള്ള പുല്ലോക്കാരൻ സലീഷാണ് മരിച്ചത്. വെള്ളിയാഴ്ച മുതൽ സലീഷിനെ കാണാനില്ലെന്ന് കാണിച്ച് കുടുംബം പുതുക്കാട് പോലീസിൽ പരാതി നൽകിയിരുന്നു. സലീഷിനായുള്ള അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് പാറമടകളുടെ ചിത്രമെടുക്കാൻ വന്ന പുതുക്കാട് പഞ്ചായത്തിലെ ജീവനക്കാർ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പുതുക്കാട് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി പാറമടയിൽ നിന്നും മൃതദേഹം പുറത്തെടുത്തു. ഡ്രൈവറാണ് സലീഷ്. കഴിഞ്ഞ 20 വർഷമായി നീന്തൽ പരിശീലനം നടക്കുന്ന ഇടമാണ് മാള കുഴിക്കാട്ടുശ്ശേരിയിലെ മഷിക്കുളം. ഒരേക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ കുളത്തിൽ ദിനംപ്രതി 100ഓളം പേരാണ് നീന്തൽ പരിശീലനത്തിന് എത്തുന്നത്. വേനലും വർഷവും അനുസരിച്ച് വെള്ളത്തിന് ചെറിയ നിറവ്യത്യാസമുള്ളതിനാലാണ് പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള കുളത്തിന് മഷിക്കുളം എന്ന പേര് വന്നത്. കുഴിക്കാട്ടുശ്ശേരി ദേശത്തിന്റെ ചരിത്രവും പാരമ്പര്യവും ഇഴചേർന്നതാണ് മഷിക്കുളം. കാർഷിക ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചിരുന്ന കുളം 2 പതിറ്റാണ്ടായി നീന്തൽ പരിശീലനത്തിനും കൂടി പ്രയോജനപ്പെടുത്തുകയാണ് മൂത്തേടത്ത് ഹരിലാൽ. 5 വയസ്സു മുതലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെ 100ഓളം പേരാണ് എല്ലാ ദിവസവും നീന്തൽ പരിശീലിക്കാനെത്തുന്നത്. ഹരിലാലിനൊപ്പം CR സോണി, സജീവൻ ആളൂപ്പറമ്പിൽ, നവീൻ പോണോളി, ബിജുമോൻ മൂത്തേടത്ത്, എരിമൽ ജിനേഷ് എന്നിവരും പരിശീലകരായുണ്ട്. സമ്പൂർണ്ണ ജലസാക്ഷരത ലക്ഷ്യമാക്കിയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. മുങ്ങിമരണങ്ങൾ വർദ്ധിക്കുന്നുവെന്ന വാർത്തകൾ കേട്ടാണ് ഇത്തരത്തിലൊരു ആശയം പാരമ്പര്യമായി കൈമാറിക്കിട്ടിയ മഷിക്കുളത്തിൽ നടപ്പിലാക്കിയതെന്ന് MS ഹരിലാൽ പറഞ്ഞു. ഞങ്ങൾ 6 പേരുണ്ട്. ഈ 6 പേരും പഞ്ചായത്തിൽ പോകുമ്പോൾ നിലയിലെത്ത വെള്ളത്തിൽ പഠിക്കുക. 10 ദിവസം കൊണ്ട് എല്ലാവരും പൂർണ്ണമായി പഠിക്കും. കഴിഞ്ഞ വർഷം 6 പഞ്ചായത്ത് കിട്ടിയിരുന്നു. ഈ വർഷം ഒരു തൃശ്ശൂർ ജില്ല മുഴുവൻ കവർ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അതിനുവേണ്ടി ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകൾക്കും കത്തയച്ചിട്ടുണ്ട്. ഞങ്ങൾ ജീവരക്ഷാ സ്വിമ്മിംഗ് അക്കാദമി എന്നൊരു സ്ഥാപനത്തിന്റെ പേരിലാണ് ഇതെല്ലാം നടത്തുന്നത്. പരിശീലനത്തിന്റെ ആദ്യഘട്ടത്തിൽ വായു നിറച്ച ട്യൂബുകൾ ധരിപ്പിച്ചാണ് കുളത്തിലേക്ക് ഇറക്കുന്നത്. ഇതിനിടയിൽ ആത്മവിശ്വാസം വളർത്തുന്നതിനുള്ള പ്രത്യേക പരിശീലനവും നൽകും. മഷിക്കുളത്തിന്റെ പാരമ്പര്യ അവകാശികളായ 17 പേരും ഹരിലാലിന്റെ പ്രവർത്തനങ്ങൾക്കൊപ്പമുണ്ട്. TCV ന്യൂസ്, മാള. ഓട്ടൻതുള്ളലാചാര്യൻ കലാമണ്ഡലം പരമേശ്വരന്റെ 75-ാം പിറന്നാൾ പഴയന്നൂരിൽ ആഘോഷിച്ചു. കലാമണ്ഡലം ശിവൻ നമ്പൂതിരി, രാമചന്ദ്ര പുലവർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. കലാമണ്ഡലം മഹേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പ്രശാന്തി, പഞ്ചായത്ത് പ്രസിഡന്റ് സജിത മുരളി, വൈസ് പ്രസിഡന്റ് CC സുരേഷ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. UDF സർക്കാർ അധികാരത്തിൽ വരുന്നതിൽ ആഹ്ലാദ സൂചകമായി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ UDF അംഗങ്ങളുടെ നേതൃത്വത്തിൽ മധുരം വിതരണം ചെയ്തു. UDF പാർലമെന്ററി പാർട്ടി നേതാവ് PI ഷാനവാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ O ശ്രീകൃഷ്ണൻ, അംഗങ്ങളായ K പ്രേമൻ, TC രാമകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വേലൂർ വെങ്ങിലശ്ശേരിയിൽ കുന്നിടിച്ച് മണ്ണെടുക്കുന്നത് നിയമം ലംഘിച്ചാണെന്ന് ആരോപിച്ച് വാർഡംഗം ബദുൽ സൈമൺ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. മണ്ണെടുക്കുന്നതിന് പൊതുസ്ഥലങ്ങളിൽ നിന്നും 25 മീറ്ററും കുടിവെള്ള പദ്ധതികളിൽ നിന്ന് 50 മീറ്ററും അകലം പാലിക്കണമെന്നാണ് ജിയോളജി വകുപ്പിന്റെ ഉത്തരവ്. എന്നാൽ പഞ്ചായത്ത് റോഡിന്റെ അതിർത്തി വരെ കുഴിച്ചാണ് മണ്ണെടുക്കുന്നത്. 100-ൽ പരം വീടുകൾ ആശ്രയിക്കുന്ന കുടിവെള്ള പദ്ധതിക്ക് മണ്ണെടുപ്പ് വലിയ തോതിൽ ഭീഷണി ഉയർത്തുന്നുണ്ടെന്നും പരാതിയിൽ പറയുന്നു. കുടക്കുഴി ശ്രീ ചെമ്പ്രൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ രുക്മിണി സ്വയംവരം ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായാണ് രുക്മിണി സ്വയംവരം നടത്തിയത്. പഴയോട്ടുമുറി ശ്രീ മുല്ലംപറമ്പത്ത് ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ സമാപിച്ചു. വാദ്യമേളത്തിന്റെയും താലങ്ങളുടെയും അകമ്പടിയോടെ കൃഷ്ണവിഗ്രഹം ഏന്തിയായിരുന്നു ഘോഷയാത്ര. മങ്ങാട് മുരളി നമ്പീശനാണ് യജ്ഞാചാര്യൻ. രാധാദേവിയാണ് യജ്ഞപൗരാണിക.
നെല്ലായി പന്തല്ലൂർ വനമാലി കുന്നത്തേരി മഠത്തിൽ ഈ മാസം 18 മുതൽ 27 വരെ ശ്രീമദ് ഭാഗവത സത്രം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഭാഗവതരത്നം പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരി ആചാര്യനാകുന്ന ശ്രീമദ് ഭാഗവത സത്രം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിക്കും. സത്രത്തിന്റെ ഭാഗമായി 21-ന് രാവിലെ സൌജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടക്കും. വാർത്താ സമ്മേളനത്തിൽ കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരി, ജയകുമാർ പുലിയടത്ത്, ഡോക്ടർ ടി രഘുനാഥൻ, സുദർശന രഘുനാഥ് എന്നിവർ പങ്കെടുത്തു. സൌഹൃദ ഓട്ടോ സ്വതന്ത്ര കൂട്ടായ്മയുടെ 3ാമത് തൃശൂർ ജില്ലാ സമ്മേളനം തൃപ്രയാറിൽ നടന്നു. കൂട്ടായ്മ സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് ആര്യനാട് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ആൻഡോ തൈക്കാട് അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി ഷജീർ കൂനമൂച്ചി, കബീർ പെരുമ്പാവൂർ, റഫീഖ് പാലക്കാട്, അനസ് ഇടുക്കി, അബ്ദുൾ അസീസ്, അബ്ദുൾ റസാഖ് എരുമപ്പെട്ടി, ഇസ്മയിൽ വർഗീസ് കുട്ടി പെരുമ്പാവൂർ, മുഹമ്മദ് അലി എരുമപ്പെട്ടി എന്നിവർ സംസാരിച്ചു. മലയാളം പഠിക്കാം, വായനയെ വരവേൽക്കാം എന്ന ലക്ഷ്യത്തോടെ പുതൂർക്കര ദേശീയ വായനശാലയിലെ കളിക്കൂട്ടം ബാലവേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വായനക്കളരി സമാപിച്ചു. വായനശാല സുവർണ ജൂബിലി ഹാളിൽ നടന്ന സമാപന സമ്മേളനം കോർപ്പറേഷൻ വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഫി ഡെൽസൺ ഉദ്ഘാടനം ചെയ്തു. വായനക്കളരിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഉപഹാരങ്ങൾ സമ്മാനിച്ചു. പ്രസിഡന്റ് എം നന്ദകുമാർ, സെക്രട്ടറി എം വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. ചാവക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ചെസ് ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ എച്ച് അക്ബർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി രഞ്ജിത് കുമാർ, നഗരസഭാ കൌൺസിലർ ഷീജ പ്രശാന്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിഷ മത്രംകോട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കോട്ടുകര ഡിവിഷനിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കോർപ്പറേഷൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി ആർ സന്തോഷ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നഴ്സിംഗ് വിദ്യാർത്ഥികൾ, ആശാവർക്കർമാർ, അങ്കണവാടി ജീവനക്കാർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. വാർത്തയിലേക്ക്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് പൊന്നാനി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. DCC ജനറൽ സെക്രട്ടറി TK അഷ്റഫ് യോഗം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് A പവിത്രകുമാർ അധ്യക്ഷത വഹിച്ചു. C ജാഫർ, പ്രദീപ് കാട്ടിലായിൽ, M രാമനാഥൻ, NP നബീൽ, മുനീർ മാറഞ്ചേരി, KP സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവീൺ സ്നാറ്റുവേട്ടി നിർവഹിച്ചു. ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുട പ്രസിഡന്റ് ലിയോ താണിശ്ശേരിക്കാരൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് PV ശിവകുമാർ, കൌൺസിലർ ജോസഫ് ചാക്കോ, ഷാജൻ ചക്കാലക്കൽ, ജനറൽ കൺവീനർ സൈഗൺ തയ്യൽ, സെക്രട്ടറി ലൈജു വർഗീസ്, ട്രഷറർ TR ബിബിൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനാർദ്ദനൻ നെടുങ്ങാടി സ്മാരക ഗീതാ ഗോവിന്ദം ട്രസ്റ്റ് അഷ്ടപതി പഠന കേന്ദ്രത്തിന്റെ ജയദേവ പുരസ്കാരം വടക്കേപ്പാട്ട് കൃഷ്ണകുമാറിന് സമ്മാനിച്ചു. 10,001 രൂപയും പ്രശസ്തി പത്രവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം. പുരസ്കാര സമർപ്പണ ചടങ്ങ് പെരുവനം കുട്ടൻ മാരാർ ഉദ്ഘാടനം ചെയ്തു.
അഷ്ടപതി കലാകാരൻ ജ്യോതിദാസ് ഗുരുവായൂർ അധ്യക്ഷത വഹിച്ചു. വത്സൻ തിയാടി മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ശ്രീദേവി അങ്ങാടിപ്പുറത്തെ ആദരിച്ചു. GK പ്രകാശൻ, ശോഭ ഹരിനാരായണൻ, ഡോക്ടർ KB പ്രഭാകരൻ, അമ്പലപ്പുഴ വിജയകുമാർ, കാവിൽ ഉണ്ണികൃഷ്ണ വാര്യർ തുടങ്ങിയവർ സംസാരിച്ചു. മൂന്ന് ദിവസത്തെ രാമഭക്ത സംഗമത്തിനും ദേശീയ സെമിനാറിനും ഗുരുവായൂരിൽ തുടക്കമായി. സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റും മൌലാന അബ്ദുൽ കലാം ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏഷ്യൻ സ്റ്റഡീസും സംയുക്തമായാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ജുന അഖാഡ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി ഉദ്ഘാടനം നിർവഹിച്ചു. മൌനയോഗി സ്വാമി ഹരിനാരായണൻ, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, മമിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ, ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, സതീഷ് ഗുരുവായൂർ, ബാബുരാജ് കേച്ചേരി, KR പ്രവിൽ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, അരുൺ C നമ്പ്യാർ, രേണുശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൂർ കാലടി റോഡിൽ കാന നിർമ്മാണത്തിനിടെ മലമ്പാമ്പിനെ കണ്ടെത്തി. മണ്ണുമാന്തി ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്നതിനിടെയാണ് പാമ്പിനെ കണ്ടത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി മലമ്പാമ്പിനെ പിടികൂടി. കൊടകര ഏകലവ്യ കലാകായിക സമിതിയും സിറ്റിസൺ ഇന്ത്യ ഫോറവും സംയുക്തമായി വിവിധ സംഘടനകളെയും സ്ഥാപനങ്ങളെയും ആദരിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ച ആദരം പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സിറ്റിസൺ ഇന്ത്യ ഫോറം സംസ്ഥാന പ്രസിഡന്റ് Y ഔസേപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു. PJ ആന്റണി, TG അജോ, KV ശ്രീജിത്ത, PG മോഹനൻ എന്നിവർ സംസാരിച്ചു. പൊതിച്ചോർ വിതരണത്തിലൂടെ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ DYFI, കോവിഡ് കാലത്തെ സേവനത്തിലൂടെ മാതൃകയായ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ, എയ്ഡ്സ് രോഗികളെയും വീട്ടുകാരെയും പരിപാലിച്ചു പോരുന്ന മുരിങ്ങൂർ സെന്റ് വിൻസെന്റ് ഹോം, പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയവരെ ആദരിച്ചു. വടക്കാഞ്ചേരി നഗരസഭയും ജില്ലാ ആശുപത്രിയും സംയുക്തമായി നടത്തുന്ന മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ നിർവഹിച്ചു. ഡിവിഷൻ കൌൺസിലർ MH ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് പ്രേംകുമാർ, കൌൺസിലർമാരായ PK വിജയൻ, ലൈല നസീർ, സുമയ്യ ബീവി, ബിനില ശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ വെസ്റ്റ് ഉപജില്ല ടീച്ചേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ ലാലി ജെയിംസ് യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PJ ബിജു അധ്യക്ഷത വഹിച്ചു. 76 അധ്യാപകരാണ് തൃശൂർ വെസ്റ്റ് ഉപജില്ലയിൽ നിന്ന് ഈ വർഷം വിരമിക്കുന്നത്. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,385 രൂപ, പവന് 1,15,080 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. CPM നടത്തറ ചേരുംകുഴി ബ്രാഞ്ച് ഓഫീസിന് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞു. ബൈക്കിലെത്തിയ 2 അംഗ സംഘമാണ് ബോംബ് എറിഞ്ഞത്. സംസ്ഥാന ഭരണമാറ്റത്തിന് പിന്നാലെ ഗുരുവായൂർ ദേവസ്വത്തിലും പുതിയ ഭരണസമിതിക്ക് സാധ്യത. സെപ്റ്റംബർ 5-ന് 2 അംഗങ്ങളുടെ കാലാവധി അവസാനിക്കും. ആളൂർ സർവീസ് സഹകരണ ബാങ്കിൽ സ്വർണ്ണപ്പണയ വായ്പാ തട്ടിപ്പ് നടന്നതായി ആരോപിച്ച് കോൺഗ്രസ് ബാങ്ക് ഹെഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആരോപണ വിധേയനായ ബാങ്ക് ജീവനക്കാരനെ പുറത്താക്കി സമഗ്ര അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.